എന്റെ പൊന്നെ 100 പാളിപ്പടക്കത്തിന് 20 രൂപയ്ക്കാണ് കേട്ടോ ഇവർ കൊടുക്കുന്നത്. ഇത് ഒരെണ്ണത്തിന് വെറും 12 രൂപയെ വരുന്നുള്ളൂ. ഒരു പീസിന് 12 രൂപ അല്ല, 70 രൂപയുള്ള ഒരു പാക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിന് വരുന്നത് 25 രൂപയാണ്. ഹായ്, നമസ്കാരം. കൈ പൊള്ളാതെ എങ്ങനെ പടക്കം പൊട്ടിക്കാം, വിഷു അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് നമുക്ക് കൈ പൊള്ളാതെ പടക്കങ്ങൾ എങ്ങനെ വാങ്ങിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ്. പടക്കങ്ങൾക്ക് പേര് കേട്ട ശിവകാശിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന് ഷോപ്പുകളും അതുപോലെ നിർമ്മാണ കമ്പനികളുമുള്ള ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളിലുള്ള ശിവകാശിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശിവകാശിയിൽ തന്നെ ഒരു ഔട്ട്ലെറ്റിലാണ് ഞാൻ ഉള്ളത്. അപ്പം ഇവിടുത്തെ വിലകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ചീപ്പ് റേറ്റിലാണ് ഇവിടെ ഓരോ സാധനങ്ങളും കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഞാൻ മൻസൂർ മുഹമ്മദ് ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വലിയ കമ്പിത്തിരി ഉണ്ടല്ലോ, ഇത് ഈ സാധനം 25 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇത് 2 ബോക്സ് ഉണ്ട് ഇതിനകത്ത്. ഇതിന് വരുന്നത് 25 രൂപയാണ്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിലേക്ക് എത്ര രൂപയാവും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ട്രാവൽ എക്സ്പെൻസും അവർ കഷ്ടപ്പാടും ഒക്കെ ആയിരിക്കാം. എങ്കിലും ഇതിൻ്റെ വരുന്ന റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ അണ്ണേ, ഇത് എന്ത് റേറ്റ് വരും നമ്മുടെ ഈ പാളിപ്പടക്കം പോലെ വലിയ 200? എത്ര പീസ്? 12? 12 രൂപയോ? ഇത് ഒരു പീസ് ഹോൾ அப்படினா 120 rupees വരും. 120. ഒരെണ്ണത്തിന് വെറും 12 രൂപയേ വരുന്നുള്ളൂ. ഒരു പീസിന് 12 രൂപ അല്ലേ? ഇത്രയും വലിയ പാളിപ്പടക്കമാണ് കേട്ടോ. ഇതിന് ഈ വരുന്നത് വെറും 12 രൂപയാണ്. ഇതൊരു പാക്കറ്റിന് ഇത് എത്ര രൂപ വരും ടോട്ടലി? அப்படியே இந்த பண்டல் வந்து 120 ரூபாய் வரும். അപ്പോൾ ഇത് 10 പീസ് അല്ലല്ലോ? ஆமா 10 பீஸ். ஒரு பாக்கெட்டுக்கு வந்து 5 10 பீஸ் 10 பாக்கெட் இருக்கும் அதே மாதிரி. ഓ, അതായത് 2 4 ഈ 5 പീസിനാണ് 12 രൂപ. ஆமா, അത് 5 പടക്കത്തിനാണ് 12 രൂപ വരുന്നത്. ഇത് 50 പീസാ. 50 എണ്ണത്തിനാണ് വെറും 120 രൂപ വരുന്നത് കേട്ടോ. അണ്ണാ ഇതെവളോ? ഇത് 200 വരും. 200 50 പീസ്. 50 പീസിന് 200 രൂപയാണ് വരുന്നത് കേട്ടോ. ഇത് കമ്പിത്തിരിയാ? മറ്റേ നമ്മുടെ കൊരോപ്പല്ലേ? ഇതിനെവളോ? ഇത് 200 വരും. 200 ഒരു ബോക്സ്. അതേ ചിന്നതിന് 100 വരും. ഇതിന് 70 rupees വരും. അത് 10 എണ്ണത്തിനാണ് കേട്ടോ 200 രൂപ വരുന്നത്. 70 rupees വരും. അതെ അല്ലേ? കണ്ടോ, ഇതിന്റെ ചെറുതുണ്ട്. ഇതിന് 70 രൂപയുള്ള ഒരു പാക്കറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതിന് വരുന്നത് 200 രൂപയാണ് ഒരു പാക്കറ്റിന്. അതായത് 20 രൂപയെ വരുന്നുള്ളൂ ഒരു പീസിന്. ഓ, അതിന്റെ മിഡിലിൽ വരുന്നത് 130 രൂപ. അതായത് 10 എണ്ണത്തിന് 130 രൂപയാണ്. 13 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്ന വില എന്ന് പറയുന്നത്. ഔട്ട് പാത്തീங்கன்னா നമ്മുടെ മേലെ പോകുന്നത് ചൈനീസ്. ഇതാണോ? ഇത് 75 rupees. മറ്റേ സിംഗിൾ പീസ് 75 രൂപയുള്ളൂ കേട്ടോ. മറ്റേ വലിയ സംഭവമാണ്. ഇത് പൊട്ടിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 75 രൂപയേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത്. അതിന്റെ ചെറുത് ചിന്ന 35 rupees. 35 35 രൂപയാണ് കേട്ടോ. അതിന്റെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഇതിന് 35 രൂപയേ ഉള്ളൂ. ഈ ടൈപ്പ് തന്നെ നമ്മുടെ മേലെ പോയി മറ്റേ വിരിഞ്ഞ് മറിയണ സാധനം ഇല്ലേ, അതായത് നമ്മുടെ നല്ല കളർഫുൾ ആയിട്ട് വരുന്നത്, അത് 3 പീസിന് 185 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ത് അതിശയമാണ്! ഈ സാധനത്തിന്റെ ഒക്കെ വിലയാണ് ഈ കേൾക്കുന്നത്. ഇതിനെത്ര വില? ഇത് 750 750 രൂപ. അതായത് 700 700 രൂപ. അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് 700 രൂപയ്ക്ക് കൊടുക്കും അല്ലേ? അതായത് 60 എണ്ണം ഉണ്ടോ? 60 എണ്ണം ഉണ്ട്. മേളിപ്പോഴെന്ന് പറഞ്ഞിട്ട് പൊട്ടണ സംഭവങ്ങളാണ് കേട്ടോ. മൾട്ടി കളറാണ്. അതായത് നമ്മൾ ചൈനീസ് പടക്കം എന്നൊക്കെ പറയല്ലേ, ആ സംഭവമാണ് ഒരു ബോക്സ് ആയിട്ട് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് വാങ്ങിച്ച 1500-2000 രൂപയ്ക്കും കണ്ട വാങ്ങിച്ചത്. ഇതിന് 60 എണ്ണത്തിന് 700 രൂപയേ ഉള്ളൂ കേട്ടോ. അത് 60 ഷോട്ട്സ് അല്ലാണ്ട് 30 ഷോട്ട്സ് ഉണ്ട്, 120 ഷോട്ട്സ് ഉണ്ട്, 3 ടൈപ്പിൽ വരുന്നുണ്ട്. 30, 60, 120. അതെ അതെല്ലാമേ 30 എണ്ണത്തിന്റെ ഉണ്ട്. അപ്പൊ അതൊക്കെ അത് അതെ 12 എണ്ണത്തിന്റെ ഉണ്ട്. അത് 12 എണ്ണത്തിന് എത്ര രൂപ വരും റേറ്റ്? 100. ഇതുപോലെ തന്നെയാണ് 100 ആയിരക്കണക്കിന് പടക്കങ്ങളാണ് ഉള്ളത്. ഇത് മാത്രമല്ല, ഇവർക്ക് വേറെ അപ്പുറത്തൊക്കെ ഇതിന്റെ ഗോഡൌണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആഹാ, സൂര്യാന്തി വന്നല്ലോ. ഇത് നോക്കിയേ, സൺഫ്ലവർ, പല വെറൈറ്റി സാധനം കേട്ടോ. ഇതിന് എത്ര രൂപ വരും? 130. ഇതൊക്കെ ചീപ്പ് റേറ്റ് ആണ്. ചീപ്പ് റേറ്റ്
10 പീസാണ് കേട്ടോ ഇതിനകത്തുള്ളത്. 10 പീസിനാണ് 130 രൂപ വരുന്നത്. ഇത് മേഡ് ആംഗിൾസ് മേഡ് ആംഗിൾസ് ഇതൊക്കെ മറ്റേ പിള്ളേരെയൊക്കെ നമ്മുടെ ബിങ്കോ മാഡ് ആംഗിൾസിന്റെ തന്നെ വേറെ മാഡ് ആംഗിൾസ്. അതെ ഈ കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള അല്ലേ. ഇതിനെന്ത് റേറ്റാ വരുന്നത്? இது வந்து ஃபவுண்டைன் மாதிரி தான் சார். குளமான ஒன்று கண்டினியூவா 1 by 1 3 இது போகும் சார். അതെ അല്ലേ. എவ்வளോ റേറ്റ്? 180. 180 രൂപയാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിന്റെ റേറ്റ് വരുന്നത്. ഇത് 185 രൂപയുടെ സാധനമാണ് കേട്ടോ ഈ കാണുന്നത്. പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ പല സംഭവങ്ങളുണ്ട് കേട്ടോ. ഗിഫ്റ്റ് ബോക്സാ? മറ്റേ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ മറ്റേ ഇതിന്റെയൊക്കെ ഡയറി മിൽക്കും അതൊക്കെ വരുന്ന പോലെ ഇതുണ്ട ഗിഫ്റ്റ് ബോക്സ്. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും അതിനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് എത്ര രൂപ വരുന്നേ? 480 രൂപയേ വരുള്ളൂ കേട്ടോ. ഒരു എത്ര? 42 ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതെല്ലാം കൂടി ചേർത്ത് 480 രൂപയേ ഉള്ളൂ ഈ ഒരു ബോക്സിന്. കൊള്ളാൻ എന്തായാലും നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ദീപാവലിയും അതുപോലെ വിഷു ഒക്കെ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതിന് എത്ര എവ്വളോ? 50 ഐറ്റം ഉണ്ട് ഇതിന്. ഓ ജാസ്തി ഐറ്റം ആണല്ലോ. 50 ഐറ്റം ഉണ്ട്. ഭയങ്കര വെയിറ്റ് ആട്ടാ. ഇതിന് എത്ര രൂപ വരും? 620 റുപ്പി. 620 രൂപയാണ് കേട്ടോ ഇതിന്റെ വില എന്ന് പറയുന്നത്. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് തരും. ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് 600 രൂപയ്ക്ക് ഈ സാധനം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അതില് 50 ഐറ്റം, മറ്റേതിൽ 42 ഐറ്റം, 42 ഐറ്റം, 50 ഐറ്റം ആണുള്ളത്. നിറയെ സാധനം ഉണ്ട് കേട്ടോ. ഇപ്പൊ വിഷു ആയത് കാരണം ഒത്തിരി സാധനങ്ങൾ ഇവിടുന്ന് പോയിട്ടാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഈ കാർബോർഡ് കിടക്കണൊക്കെ ഇവരുടെ ബോക്സ് ഇവർ ലാസ്റ്റ് ഓരോ 2 ദിവസത്തെ അടിച്ചടിച്ച് മാറ്റിയതാണ്. 100 പീസിന് അത് നമ്മുടെ ചെറിയ പാളിപ്പടക്കമാണ് കേട്ടോ. പാളിപ്പടക്കം 20 രൂപയുള്ളൂ ഒരു അല്ലേ, 20 റുപ്പീസ്. എൻ്റെ പൊന്നെ, 100 പാളിപ്പടക്കത്തിന് 20 രൂപയ്ക്കാണ് കേട്ടോ ഇവർ കൊടുക്കണം. ഇത് മൊത്തം ഈ ചീപ്പ് റേറ്റ് കൊടുക്കുന്ന 11 കണ്ട. ഇത് 11 രൂപയ്ക്കാണ് ഈ പടക്കം കൊടുക്കുന്നത്. 50 പീസ്. ഇത് കണ്ട, അത് ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒത്തിരി ശരിക്കും പർച്ചേസ് കഴിഞ്ഞ് നിൽക്കുവാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 1000കണക്കിന് ഔട്ട്ലെറ്റുകളുണ്ട്. ജസ്റ്റ് ഈ ഒരു വിഷു ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് GSTയുടെ പ്രോബ്ലം ഉണ്ട്. GST പ്രോബ്ലം അല്ല, GST മസ്റ്റായിട്ടും വേണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ GST നമ്പർ ഇല്ലാതെയും എത്ര വേണേലും നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. ഈ അടുത്ത കാലത്ത് വരെ എത്ര ചാക്കല്ല ബൾക്കായിട്ട് വേണേലും ഇവിടെ ഓരോ ഷോപ്പിൽ നിന്നും പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇത്തവണ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. GST ഇല്ലാതെ ഒരൊറ്റ പാർട്ടിക്കും ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ സെയിൽ കുറവാണ് തീരെ. അപ്പോൾ GST നമ്പർ മസ്റ്റായിട്ടും വേണം. ഇല്ലെങ്കിൽ ചിലരൊക്കെ ആധാർ നമ്പർ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നേരിട്ടാണെങ്കിലും നിങ്ങളൊന്ന് വന്ന് നോക്കണം. ഇവിടുത്തെ ഇതുപോലുള്ള ഒരേ റൂട്ടിൽ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് സാത്തൂർ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 1000കണക്കിന് ഷോപ്പുകൾ ഒരേ അടുത്തടുത്തായിട്ട്, അപ്പുറേ പോയാൽ ഇപ്പുറേ, അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒത്തിരി കടകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി ഇപ്പം നേരത്തെ അവർ 2 കാസർഗോഡും 2 മലയാളത്തിനും അവർ ഒരു കടയിൽ നിന്ന് ഒരെണ്ണം വെച്ച് ഒരു ഐറ്റം വെച്ച് വാങ്ങിച്ച് ഇങ്ങനെ പോവുമായിരുന്നു. നമ്മുടെ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ടത് മലയാളീസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.